ലോകത്തിലെ ഏറ്റവും ഭീകരവും ദുരൂഹതകളാൽ ചുറ്റപ്പെട്ടതുമായൊരിടം. അതാണ് സ്നേക്ക് ഐലൻഡ്. മനുഷ്യർ വരാതിരിക്കാൻ തീരുമാനിച്ച ഒരു ഭീകരഭൂമി. പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന, കാണുന്നതുവരെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകം. ഭീതിയും കൗതുകവും ചേർന്നിരിക്കുന്ന ഈ പ്രദേശം ഓരോ ചുവടിലും അദൃശ്യ ഭീഷണികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നടന്നു തിരിയുന്നത് തന്നെ ഒരു സാഹസമാണ്. ദുരൂഹതകളാൽ അന്യമായ ഈ ലോകത്തേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ആകെ 106 ഏക്കർ. പാറക്കൂട്ടങ്ങളും മഴക്കാടുകളും ദ്വീപിൻ്റെ ഭൂപ്രദേശത്തെ ഗണ്യമായി വ്യത്യാസപ്പെടുത്തുന്നു. ഓരോ ചതുരശ്ര മീറ്ററിൽ 2 മുതൽ 5 വരെ പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. ബ്രസീലിലെ സാവോപോളോയിൽ നിന്നും ഏകദേശം 33 കിലോമീറ്റർ അകലെയുള്ള അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ദ്വീപാണ് ഇൽഹാ ദ ക്യുമാദ ഗ്രാൻഡെ. പാമ്പുകൾ അടക്കി ഭരിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ സ്നേക്ക് ഐലൻഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം പാമ്പുകളാണ് ഇവിടെ വസിക്കുന്നത്. അതായത് കൊടും വിഷമുള്ള പാമ്പുകളായിരിക്കും ഇവ. ഈ ദ്വീപിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന ഒട്ടേറെ കഥകൾ പ്രചാരത്തിലുണ്ട്. 1909-10 കാലഘട്ടത്തിൽ കടൽ കൊള്ളക്കാർ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ ആക്രമിക്കുകയും അവരുടെ വിലമതിക്കാനാവാത്ത ഒരുപാടധികം സ്വർണങ്ങളും രത്നങ്ങളും കൊള്ളയെടുക്കുകയും അവയെല്ലാം ഈ ദ്വീപിൽ കുഴിച്ചിടുകയും ചെയ്തു. നിധി സംരക്ഷിക്കാനായി കടൽ കൊള്ളക്കാരാണ് ഈ പാമ്പുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുമാണ് കഥയിൽ പറയുന്നത്. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് വെറും കെട്ടുകഥയാണെന്നാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ പറ്റി പല കെട്ടുകഥകളുമുണ്ട്. വാഴപ്പഴം ശേഖരിക്കാനെത്തിയ ആൾ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട കഥയുമുണ്ട്. മറ്റൊരു കഥ അവിടുത്തെ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും കുടുംബമൊന്നാകെ മരണപ്പെട്ടെന്നും പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകളിലൊന്നായ പോത്രോസ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഈ ദ്വീപിലെ രാജാവ്. ഇതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വിഷമുള്ള ഗോൾഡൻ ലാൻസ് ഹെഡും അണലിയും ഈ ദ്വീപിലെ പ്രധാന പാമ്പുകളിലൊന്നാണ്. ഈ പാമ്പുകൾ കടിച്ചാൽ നിമിഷങ്ങൾക്കകം ജീവൻ നഷ്ടമാകും. ഇത്രയും ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ലോകത്തെവിടെയും കാണില്ല. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ സർക്കാർ അവിടേക്കുള്ള യാത്ര വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണവും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പുദ്വീപുകളിലൊന്നാണ് ബ്രസീലിൽ ഉള്ളതെങ്കിലും ഇവിടുത്തേതിനേക്കാൾ മറ്റൊന്നും പ്രശസ്തി നേടിയിട്ടില്ല. ലോകത്തൊരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശവുമാണിത്. ഇവിടെ കടന്നുവരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പു ഗവേഷകരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രുട്ടൻഡാനിലെ ചില ഗവേഷകർക്കും മാത്രമാണ്. അതിന് പ്രത്യേകം പാസുകളും നിർബന്ധമാണ്. പക്ഷേ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ വെറും കെട്ടുകഥകളാണെന്നും ഇപ്പോഴും ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന ഈ ദ്വീപിലേക്ക് ബ്രസീലിയൻ സർക്കാർ അറിയാതെയും ആളുകൾ എത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ദ്വീപിലെ ഗോൾഡൻ ലാൻസ് ഹെഡ് പാമ്പുകൾക്ക് കരിഞ്ചന്തയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് വില. ഇതറിയുന്നവർ തന്നെയാണ് പാമ്പിനെ പിടികൂടാനായി ഇവിടേക്ക് എത്തുന്നതും. പാമ്പുവിഷം പല വലിയ രോഗങ്ങളുടെയും മരുന്നിൻ്റെയും ഭാഗമാണ്. ഇതിന് മരുന്നുൽപാദനത്തിൽ വളരെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളവർ ദ്വീപിലേക്ക് അനധികൃതമായി കടന്നുകയറുന്നതും. എത്ര നിഗൂഢത നിറഞ്ഞ പ്രദേശമാണെങ്കിലും പല രഹസ്യ നീക്കങ്ങളും ഇവിടെ നടക്കപ്പെടുന്നെന്നും പറയപ്പെടുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും പാമ്പുദ്വീപിൽ യഥാർത്ഥത്തിൽ പാമ്പുകളാണോ നിധികളാണോ എന്നത് ഇന്നും നിഗൂഢമായി തുടരുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Yeah.